തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണിയും തേനീച്ചാക്രമണവും. തേനീച്ചാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. റിപ്പോർട്ടിങ്ങിനിടെ ജനൻ ടിവി സംഘത്തിന് നേരെയും തേനീച്ചാക്രമണമുണ്ടായി. ക്യാമറമാൻ അനൂജിന് തേനീച്ചയുടെ കുത്തേറ്റു. നിരവധി മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. അതേസമയം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് ജീവനക്കാരെ പുറത്തിറക്കി പരിശോധന നടത്തിയിരുന്നു. ബോംബ് സ്ക്വാഡ് പരിശോധനയ്ക്കിടെയാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, രണ്ട് സംഭവങ്ങൾ. ഒന്ന്, ബോംബ് ഭീഷണി വരുന്നു, അപ്പോൾ ജീവനക്കാരെ അടക്കം പുറത്തിറക്കി പരിശോധന നടത്തുന്നു. പിന്നാലെ തേനീച്ചാക്രമണം ഉണ്ടാകുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ അത് കണ്ടതുമാണ്. എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ്, ഇന്ന് ഉച്ചയോടുകൂടി 2 മണിയോടുകൂടിയാണ് കളക്ടറുടെ പേഴ്സണൽ ഇമെയിലിൽ ഒരു സന്ദേശം ഉണ്ടാകുന്നത്. കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഭീഷണി ഉണ്ടാകുന്നത്. ആ ഒരു രാവിലെ പത്തനംതിട്ടയിലും ഇതുപോലൊരു ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. എന്നാൽ ആ ഭീഷണി സന്ദേശം വരുന്നതിനിടെ ജീവനക്കാരെ എല്ലാം പുറത്തിറക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു തേനീച്ച ആക്രമണം. അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു തേനീച്ച ആക്രമണം ഉണ്ടായത്. നമ്മുടെ ക്യാമറാമാൻ ഇവിടെ വിഷ്വലൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പുള്ളിയും തേനീച്ച ആക്രമിക്കേണ്ടത്. നമുക്ക് പുള്ളിയോട് ചോദിക്കാം. ചേട്ടാ, എന്താണ് പറ്റിയത്? ഈ കളക്ടറുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ഓടിയ സമയത്തായിരുന്നു ഓടി വന്ന്. എനിക്ക് മാത്രമല്ല, നിരവധി പേർക്ക് പരിക്ക് പറ്റി. എനിക്ക് കാതിലും ഇവിടെ മുഖത്തുമാണ് കുത്തിയത്. ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? ഇപ്പോൾ നല്ല വേദനയുണ്ട്, കുഴപ്പമില്ല, ഇപ്പം നീരൊക്കെ മാറിയിട്ടുണ്ട്. നിരവധി പേർക്ക്, ഒരുപാട് മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ കളക്ടറേറ്റിലെ ജീവനക്കാർക്കും പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇവിടെ വർഷങ്ങളോളം, ഏകദേശം 15 വർഷത്തോളം ഇവിടെ തന്നെ കൂട്ടിയിരുന്ന ഒരു തേനീച്ചക്കൂട്, ഒന്നിലധികം തേനീച്ചകൾ ഇവിടെ ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ ഇവിടെയുള്ള ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇങ്ങനെ നിരവധി പേരെ ഇന്ന് തേനീച്ച ആക്രമിച്ചു. ഏകദേശം 7 പേരെയോളം തേനീച്ച ആക്രമിക്കുകയുണ്ടായി. ഈ 7 പേരെയും ഇപ്പോൾ പേരൂർക്കട ആശുപത്രിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കളക്ടറേറ്റ് ആരും തന്നെ ഇല്ല, ജീവനക്കാരെല്ലാം പുറത്തിറങ്ങി. ഇവരെല്ലാം ആംബുലൻസിലും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലും, KSRTC വാഹനങ്ങളിലും അതുപോലെ തന്നെ കളക്ടറുടെ ഔദ്യോഗിക വാഹനത്തിലുമാണ് ഇവിടെ കളക്ടറേറ്റിൽ നിന്നും പുറത്തു കൊണ്ടുപോയത്. ഇപ്പോൾ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്നും അവരുടെ എല്ലാം സാധനങ്ങൾ ഇവിടെ കളക്ടറേറ്റിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ കളക്ടറേറ്റിനുള്ളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും ആ തേനീച്ചക്കൂട് അതുപോലെ തന്നെയുണ്ട്. യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നാളെ എന്തായാലും സ്വാഭാവികമായി തന്നെ കളക്ടറേറ്റിലുള്ള ബാക്കി നടപടികൾ, അല്ലെങ്കിൽ കളക്ടറേറ്റ് പഴയതുപോലെ നാളെ വീണ്ടും പ്രവർത്തിക്കുമെന്നാണ് കുറച്ചു മുൻപ് ജില്ലാ കളക്ടർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും പ്രാഥമിക ചികിത്സ ഏകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം. ഇവിടെ മാധ്യമപ്രവർത്തകർക്കായിക്കോട്ടെ ആർക്കും തന്നെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരെ കുത്തേക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തികച്ചും യാദൃച്ഛികമായാണ് ഇങ്ങനെ ഒരു തേനീച്ച ആക്രമണം ഉണ്ടായതെന്നാണ് നമുക്ക് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷങ്ങളോളം ഉണ്ടായ ഒരു തേനീച്ചക്കൂടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഭീതി പരത്തിയത്. ഇവിടെ നിന്നും ആൾക്കാരെല്ലാം തന്നെ ഇവിടെ നിന്നും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. എല്ലാവരും നമുക്കൊരു ചേച്ചി നിരവധി പേർ ആരും തന്നെ ഇവിടെ വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രയും ഇപ്പോൾ ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ്. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അകത്ത് തന്നെ നിന്ന് ഇങ്ങനൊരു തരുന്നത്. കാരണം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥയിലാണ്. കളക്ടറേറ്റിൽ വരുന്നവർക്കും കളക്ടറേറ്റിൽ ഉള്ളവർക്കും ഒക്കെ ആകെ പ്രശ്നമായിരുന്നല്ലോ ഇന്ന്. കാരണം അകത്തിരുന്നാൽ ബോംബ് ഭീഷണി, പുറത്തിറങ്ങിയാൽ തേനീച്ചയുടെ കുത്തേൽക്കണം. ഈ ബോംബ് ഭീഷണിയിൽ പരിശോധനകളൊക്കെ പൂർത്തിയായോ? ബോംബ് ഭീഷണിയുടെ പരിശോധനകളെല്ലാം പൂർത്തിയായെന്ന് നമുക്ക് പറയാം. കാരണം ഒരു 2:30-3 മണിയോടുകൂടി തന്നെ ബോംബ് ഭീഷണി ഒന്നും ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയുണ്ട്. ഡോഗ് സ്ക്വാഡ് വന്നു, ഏതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. ഇതൊരു ഫേക്ക് ആയിട്ടുള്ളൊരു സന്ദേശമായിരുന്നു. പത്തനംതിട്ടയിൽ ലഭിച്ചതുപോലെ തന്നെ ഇതൊരു ഫേക്ക് ആയിട്ടുള്ളൊരു സന്ദേശമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ ഇവിടെ ഡോഗ് സ്ക്വാഡോ അതുപോലെ തന്നെ യാതൊരുവിധ ബോംബ് ഭീഷണിയോ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഇപ്പോഴുള്ള ഏക ഭീഷണി എന്ന് പറയുന്നത് ഈ തേനീച്ചകളുടെ ഭീഷണി മാത്രമാണ്. തേനീച്ചകൾ വളരെ വലിയൊരു കൂടാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വളരെ വലിയൊരു കൂടാണ്. എപ്പോൾ വേണമെങ്കിലും ഈ കൂടൊന്ന് മൊത്തത്തിലൊന്ന് ഇളകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരെയും അത്രയും ഉപദ്രവിക്കാൻ കണക്കിനുള്ളൊരു വലിയ കൂടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ഒരു കൂട് ഉടനെ തന്നെ നീക്കം ചെയ്യണമെന്നാണ് ഇവിടെയുള്ള ബാക്കിയുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരും എല്ലാവരും തന്നെ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴിപ്പോൾ എല്ലാം ശാന്തമാണ്. ഞങ്ങളിനി ബാക്കി ലൈറ്റും ഫാനൊക്കെ ഇപ്പോൾ ഓണാണ്. ഇതെല്ലാം ഓഫ് ചെയ്യാൻ പോവുകയാണ് മുകളിൽ സെക്ഷൻ. തേനീച്ച ഒരു
എൻ്റെ അറിവിൽ 7-8 വർഷമായിട്ടും ഇങ്ങനെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് നമ്മളത് എടുപ്പിക്കാറുണ്ട്. ആ സെയിം പ്ലേസിൽ തന്നെ ഇത് വീണ്ടും കൂട് വയ്ക്കാറാണ് പതിവ്. ഒരു ബോംബ് ഭീഷണി ഭയന്നാണ് ഇവിടെ ആൾക്കാരെല്ലാം പുറത്തിറങ്ങിയപ്പോൾ അതിനേക്കാളും വലിയൊരു ഭീഷണിയായിട്ടാണ് തേനീച്ച നിന്നത്. എത്രത്തോളം പേർക്ക് പരിക്കേറ്റു? എല്ലാവരും ഓടുന്ന ഒരു കാഴ്ച കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും 7-8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടാവും. നിരവധി പേർ ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ ബസ്സുകളിലും അതുപോലെ തന്നെ ആംബുലൻസിലും ആൾക്കാരെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഉൾപ്പെടെ നമ്മൾ ക്യാൻറ്റീനിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. ക്യാൻറ്റീനിലാണ് നമ്മളെല്ലാം പോയിരുന്നത് ഈ സമയത്ത്. ഇനി നാളെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നമ്മുടെ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ തേനീച്ചക്കൂട് നീക്കം ചെയ്യുമെന്നാണ്. അറിയില്ല, സാധാരണ ദിവസങ്ങളിൽ ഇതങ്ങനെ ഇളവാറില്ല. ഇത് പ്രാവോ പരുന്തോ ഒന്ന് അടിക്കുകയോ അതിനെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ മാത്രമേ അതിങ്ങനെ ഇളവാറുള്ളൂ. ഇതിന് മുമ്പ് അടുത്ത കാലത്തൊന്നും ഇങ്ങനെ തേനീച്ചയുടെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളോട് ഇവിടെയുള്ളൊരു ജീവനക്കാരൻ പറയുന്നത് നമുക്ക് കേട്ടു. ഇവിടെ ഇങ്ങനെ ഒരു ഏതായാലും കൊള്ളാം. 8 വർഷമായി തേനീച്ച അവിടെയുണ്ട്. അതിൽ നിന്ന് ഇടയ്ക്കിടെ തേൻ എടുക്കാറുമുണ്ട്. വളരെ ലാഘവത്തോടെയാണ് അവരിതൊക്കെ പറയുന്നത്. പക്ഷേ ഒരുമിച്ച് വന്ന് ഇങ്ങനെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാലോ മാത്രമേ തേനീച്ച ഇളകാറുള്ളൂ എന്ന് വളരെ സിമ്പിളായി അവർ പറയുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് എന്നോർക്കണം. ജില്ലാ ഭരണകൂടം സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണ്. അവിടെ ഇടയ്ക്കിടെ തേനെടുക്കാം, കൊള്ളാം. അതുകൊണ്ട് തേനീച്ചക്കൂട് വളർന്നോട്ടെ എന്ന മട്ടാണ്. ഏതായാലും എത്രയോ പേർ വന്നു പോകുന്ന ഇടം, ജില്ലാ കളക്ടർ വന്നു പോകുന്ന ഇടം, അവിടെ ഇതൊക്കെ പാടുണ്ടോ? ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണമായിരുന്നു എന്നാണ് മറ്റൊരു ചോദ്യം മറുവശത്ത് വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദൻ.